ഹായ്, ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. ഇന്ന് എല്ലാവർക്കും അറിയുന്നതും അതുപോലെ അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത്. മൗത്ത് അൾസർ അല്ലെങ്കിൽ വായിലെ പുണ്ണ്. ഇത് അനുഭവിക്കാത്തവരായിട്ട് നമുക്ക് ചുറ്റും ആരും തന്നെ ഉണ്ടാവില്ല. ഈ മൗത്ത് അൾസർ അല്ലെങ്കിൽ വായിലെ പുണ്ണ് എവിടെ വേണമെങ്കിലും, വായിക്കാത്ത എവിടെ വേണമെങ്കിലും വരാം. സാധാരണയായിട്ട് ചുണ്ടില് അല്ലെങ്കിൽ നാക്കില്, കവിളില്, രണ്ട് സൈഡില് എവിടെ വേണമെങ്കിലും വരാറുണ്ട്. ഇത് ഭയങ്കര വേദനയും അതുപോലെ ഇറിറ്റേറ്റിംഗ് ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ വായിലെ പുണ്ണെന്ന് പറയുന്നത്. ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, വായിൽ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരുമ്പോഴേക്ക് ഈ ഒരു പുണ്ണ് കാരണമുള്ള വേദന, അതുപോലെ ചില ആളുകൾക്ക് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, ഇതിൻ്റെ കാരണങ്ങൾ, അതുപോലെ ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണങ്ങൾ, ഈ മൗത്ത് അൾസർ വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് വായ്പുണ്ട് വരുമ്പോഴേക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വിറ്റാമിൻ ബി കോംപ്ലക്സ് ഗുളിക കഴിക്കാറുണ്ടാവും. അപ്പോൾ വിറ്റാമിൻ B12 കുറവ് കാരണം നമുക്ക് വായിൽ പുണ്ണ് വരാം. അതുപോലെ തന്നെ ഫോളിക് ആസിഡിൻ്റെയും അയണിൻ്റെയും സിങ്കിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മൗത്ത് അൾസർ വരാറുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് മോണേൻ്റെ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പല്ലിൻ്റെ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഈ വായ്പുണ്ണ് ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ചില ആളുകൾക്ക് വായ്പുണ്ണ് കാണാറുണ്ട്. ഇത് സാധാരണ കുട്ടികൾക്കൊക്കെ ഈ പരീക്ഷ അടുപ്പിച്ച് അല്ലെങ്കിൽ പരീക്ഷയുടെ കുറച്ച് മുമ്പായിട്ട് വായ്പുണ്ണ് കാണാറുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ വായ്പുണ്ണ് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ചില ഹോർമോണൽ ഇംബാലൻസസ് കാരണമൊക്കെ ഇങ്ങനെ വായ്പുണ്ണ് വരുന്നതായിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഉറക്കക്കുറവുണ്ടെങ്കിൽ, പിന്നെ അൺകൺട്രോൾ ആയിട്ട് ഷുഗർ ഉണ്ടെങ്കിൽ, ഇത് ഡയബറ്റീസ് ഉള്ള ആളുകളിൽ, പുകവലിയുള്ള ആളുകളിൽ, ഇത് കോൺസ്റ്റന്റ് സ്മോക്കിംഗ് അല്ലെങ്കിൽ ചെയിൻ സ്മോക്കിംഗ് ഉള്ള ആളുകളിലൊക്കെ ഈ വായ്പുണ്ണിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. പിന്നെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, ചില ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ചില പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, തലേ ദിവസം അത് കഴിച്ചു അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആഹാരം കഴിച്ചു, കുറച്ച് ചിപ്സ് വാങ്ങി കഴിച്ചു, അപ്പോഴേക്കും വായ്പുണ്ണ് വന്നു. അത് നമ്മളും പലരും നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ഈ വായ്പുണ്ണ് വരാറുണ്ട്. പൊതുവെ ദഹന വ്യവസ്ഥ ശരിയല്ലാത്ത ആളുകളിൽ, എന്തെങ്കിലും തരത്തിലുള്ള വയറിന് ബുദ്ധിമുട്ടുള്ള ആളുകളിൽ ഇങ്ങനെ വായ്പുണ്ണ് കാണാറുണ്ട്. അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ IBS-ൻ്റെ പ്രോബ്ലം ഉള്ള ആളുകളിൽ ഈ ഒരു വായ്പുണ്ണിൻ്റെ ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അടുത്ത് പറയുന്നത്. നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഈ ഒരു വായ്പുണ്ണ് 1 സെന്റിമീറ്ററിന്റെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 2 ആഴ്ചയിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ റെക്കറൻ്റ് ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും വരിക, അങ്ങനെ വരുന്നുണ്ടെങ്കിലും, അതുപോലെ വായ്പുണ്ണിൻ്റെ കൂടെ ജോയിൻറ്റ് പെയിൻസ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ പോയി കാണേണ്ടതാണ്. പിന്നെ ഭയങ്കരമായിട്ടുള്ള വേദന, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുന്നത്, ഇത് എന്ത് കാരണമാണെന്ന് കണ്ടെത്തി അതിനുള്ള ചികിത്സ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം നമ്മൾ വെറുതെ ഒരു 2 ദിവസം പോയി വിറ്റാമിൻ ബി കോംപ്ലക്സ് ഗുളിക വാങ്ങി കഴിച്ചു എന്ന് വിചാരിച്ചു പലപ്പോഴും ഈ വായ്പുണ്ണ് മാറാറില്ല. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തിയാലേ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ടുള്ള വേദന, ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ അത് കുറേ ദിവസം നിലനിൽക്കുക, നമുക്ക് സംസാരിക്കാൻ പറ്റാണ്ട് വരിക, അതായത് വായിൽ പുണ്ണ് കാരണം ഒന്നും സംസാരിക്കാൻ പറ്റില്ല, അതുപോലെ ഭക്ഷണം ഇറക്കാൻ വയ്യ, വെള്ളം കുടിക്കാൻ വയ്യ, ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകളാണ് മേജറായിട്ട് ആളുകളിൽ കാണാറുള്ളത്. ഇനി വായ്പുണ്ണ് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അതിനാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡെൻ്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് അത് ഇല്ല എന്ന് കൺഫേം ചെയ്യണം. ചില ആളുകൾക്ക് ബ്രഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല്ല് വെക്കുന്ന ആളുകളിൽ, അല്ലെങ്കിൽ ചില സമയത്ത് അറിയാണ്ട് ഈ കവിള് കടിക്കുന്ന ആളുകളുണ്ടാവും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വായ്പുണ്ണ് വരാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്താനുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അധികം എരിവായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ തേന് ഇതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ പുളിച്ച പച്ചമോര് നമുക്ക് വായിൽ കൊള്ളുന്നതും വളരെ നല്ലതാണ്. അത് 20 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് തുപ്പിക്കളയാവുന്നതാണ്. ഇനി നമുക്ക് എഫക്റ്റീവ് ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് പറയുന്നത്. കുറച്ച് മല്ലി ഇലയിട്ട് തിളപ്പിച്ച വെള്ളം, ആ വെള്ളം നമുക്ക് ഇളം ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക, കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് 2 നേരമായിട്ട് വായിൽ കൊള്ളുക, കുറച്ച് നേരം പിടിച്ചിട്ട് തുപ്പിക്കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 2 നേരം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ബെറ്റർ റിസൾട്ട് കിട്ടാറുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്മോക്കിംഗ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്നുള്ളതാണ്.
പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഈ പുകയിലെ ഐറ്റം അതിൽ നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഓൾറെഡി മൗത്ത് അൾസർ വരുന്ന ആളുകളിലേക്ക് ഈ ഒരു കണ്ടന്റ് വീണ്ടും വീണ്ടും തട്ടുമ്പോൾ, അതായത് വീണ്ടും വീണ്ടും ഇങ്ങനെ പുക വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണം ഈ ഒരു മൗത്ത് അൾസർ ക്യാൻസർ ആയിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലാണ്ട് ഈ അൾസർ നേരെ ക്യാൻസർ ആയിട്ട് മാറാറൊന്നുമില്ല. പക്ഷേ വീണ്ടും വീണ്ടും ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു ഇറിറ്റേഷൻ വരുമ്പോഴാണ് അങ്ങനെ മൗത്ത് ക്യാൻസർ ഒക്കെ ആയിട്ട് വരാറുള്ളത്. അല്ലെങ്കിൽ ഇത് വളരെ റെയറാണ് മൗത്ത് ക്യാൻസർ ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെന്റ്സ് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫുഡിൽ അവർക്ക് ഈ വിറ്റാമിൻസ് കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓറൽ ക്യാവിറ്റി. നമ്മൾ ഓറൽ ക്യാവിറ്റി നല്ല ഹൈജീനിക് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷണം കഴിച്ചാൽ നന്നായിട്ട് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ 2 times ബ്രഷ് ചെയ്യുക, ഇതൊക്കെ നല്ല ഒരു ഓറൽ ഹൈജീൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതും ഫോളോ ചെയ്യൽ വളരെ ആവശ്യമാണ്. കുട്ടികളിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഓറൽ ഹൈജീൻ വളർത്തിയെടുക്കാൻ നമ്മൾ മാതാപിതാക്കൾ ശ്രമിക്കണം. 2 നേരം അവരെ കൊണ്ട് നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്യിപ്പിക്കണം. ഇനി ഹോമിയോപ്പതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ ഈ മൗത്ത് അൾസറിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. അതായത് അതിങ്ങനെ വരാനുള്ളൊരു കാരണം എന്താണെന്ന് കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ ഇതിനെതിരായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീഴ്ശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. താങ്ക്